ഹായ് ഫ്രണ്ട്സ്, ടിപ്സ് ഓഫ് ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പ്രോഡക്റ്റ് റിവ്യൂ ആയിട്ടാണ്. ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ചോദിച്ചിരുന്നു. അപ്പോൾ എന്താന്ന് വെച്ചാൽ പിഗ്മെന്റേഷൻ, അതുപോലെ കരിമംഗലം, ഡാർക്ക് സ്പോട്ട് ഇതുപോലുള്ള പ്രശ്നങ്ങൾക്ക് എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഫേസ് പാക്ക് ആണ്. അപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഇടാൻ കാര്യം പലരും പിഗ്മെന്റേഷനുള്ള ഹോം റെമഡീസ് അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ അതിനുള്ള എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ പലരുടെയും സ്ഥലത്ത് അവർ താമസിക്കുന്ന സ്ഥലത്ത് ഇതൊന്നും അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ല. അപ്പം നമുക്ക് ആമസോൺ വഴി വാങ്ങിക്കാവുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇന്ന് പരിചയപ്പെടുന്നത്. ഹോളിസ്റ്റിക് തത്വ എന്ന ഓൺലൈൻ ബ്രാൻഡിന്റെ ഒരു പ്രോഡക്റ്റ് ആണ് ഇത്. നമുക്ക് ഓൺലൈനായിട്ട് മാത്രം വാങ്ങിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ നമ്മുടെ ഷോപ്പുകളിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റത്തില്ല. പലരും മുൾട്ടാണിമുട്ടി എവിടെ കിട്ടും, റോസ് വാട്ടർ ഏതാണ് നല്ലത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അതിനെല്ലാത്തിനുമുള്ള പരിഹാരമാണ്. അപ്പോൾ അങ്ങനെ ചോദിച്ചിട്ടുള്ള എല്ലാവരും ഈ വീഡിയോ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ടിപ്സ് ഓഫ് ഹാപ്പി ലൈഫ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരെ ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് കളറിലെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ കൂടി ഉണ്ട്, അതുകൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷൻ ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഇതിൽ എന്തൊക്കെയാണ് അവർ വെച്ചിരിക്കുന്നത് നോക്കാം. ഞാൻ ഉപയോഗിച്ച് നോക്കി കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടമായ പ്രോഡക്റ്റ് ആണ് ഇത്. ഓറഞ്ച് ലൈം പീൽ പൗഡർ ആണ്. ഞാൻ ഇതിനു മുമ്പ് ഓറഞ്ച് പീൽ പൗഡർ ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചു നോക്കി, പക്ഷെ അത് ഭയങ്കരമായിട്ട് മിക്സിയിൽ പൊടിയാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇത് ഓൺലൈനായിട്ട് കിട്ടി. വളരെ സൂപ്പറാണ് ഇത്. നമുക്ക് സാധാരണ പൊടിക്കുമ്പോൾ അത്രയും ഫൈനായിട്ടൊന്നും പൊടിഞ്ഞു കിട്ടത്തില്ല. ഇത് വൈറ്റമിൻ സി, കാൽസ്യം ഇതൊക്കെ ഉണ്ട്. അതുകൊണ്ട് ആന്റി ഏജിങ്ങിന് നല്ലതാണ്. അപ്പോൾ ചർമ്മം ഇടിഞ്ഞു തൂങ്ങുന്നു, അതുപോലെ തന്നെ ചുളിവുകളൊക്കെ വരാതിരിക്കാനൊക്കെ നമുക്ക് ഈ ഒരു സംഭവം യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇത് ലൈക്കോറൈസ് പൗഡർ, ഇത് ഇരട്ടി മധുരം എന്ന് പറയും. ആയുർവേദ ഔഷധമാണിത്. ഇതും സ്കിന്നിന് വളരെ നല്ലതാണ്. പിഗ്മെന്റേഷൻ മാറാനൊക്കെ ഉപയോഗിക്കാവുന്ന നല്ല ഒരു പൗഡറാണിത്. പിന്നെ നമുക്ക് ഇത് മിക്സ് ചെയ്യാനായിട്ട് റോസ് വാട്ടർ ലഭിച്ചിട്ടുണ്ട്. ഇത് റോസ് വാട്ടർ സ്കിന്നിന്റെ pH ബാലൻസ് ചെയ്യാനായിട്ട് നല്ലതാണ്. പിമ്പിൾസ് ഒക്കെ ഉള്ളവർക്ക് എന്ത് ഫേസ് പാക്ക് ഉണ്ടാക്കുവാണെങ്കിലും റോസ് വാട്ടർ കൂടി ആഡ് ചെയ്യുക. അലോവേര ജെല്ലൊക്കെ ഉപയോഗിച്ചുള്ള ഫേസ് പാക്ക് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അവർക്ക് പിമ്പിൾസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയൊക്കെയുള്ള അവസരത്തിൽ ഉപയോഗിക്കുമ്പോൾ റോസ് വാട്ടർ കൂടി ആഡ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ സ്കിന്നിലെ ഓപ്പൺ പോർസ് ഒക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നല്ലതാണ്. അതുകൊണ്ട് തന്നെ പിമ്പിൾസ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ വളരെയേറെ കുറഞ്ഞു കിട്ടും. പിന്നെ ഇത് മുൾട്ടാണിമുട്ടി ഫേസ് പാക്ക് ആണ്. ഇതിനെക്കുറിച്ച് ഞാൻ പറയണ്ടല്ലോ, ഓൾറെഡി ഇതിനെക്കുറിച്ച് നമ്മൾ ധാരാളം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത് സ്കിന്നിന് വളരെ നല്ല ഒരു ഇതാണ്. എക്സസ് ആയിട്ടുള്ള ഓയിൽ കൺട്രോൾ ചെയ്യാൻ നല്ലതാണ്. ഇതിൽ നമുക്ക് ഇതിൻ്റെ അകത്തൊരു ഹെയർ ബാൻഡ്, അതായത് ഫേഷ്യൽ ബാൻഡ് വെച്ചിട്ടുണ്ട്. നമുക്ക് ഹെയറിൽ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഫേഷ്യൽ ചെയ്യണം. മുടിയൊന്നും പുറത്തോട്ട് വരില്ല, ഫേസിലേക്ക് വരില്ല. അതൊരു വളരെ ഉപകാരപ്രദമായ സംഭവമായിട്ട് എനിക്ക് തോന്നി. ഇത് വാങ്ങണമെന്ന് വിചാരിച്ചതാണ്. പിന്നെ അതുപോലെ ഒരു ചെറിയൊരു സ്പൂൺ പോലത്തെ സ്കൂപ്പ് ചെയ്ത് നമുക്ക് ഓരോന്നും ഓരോ ഇൻഗ്രീഡിയൻസും നമുക്ക് എടുക്കാനുള്ള ഇതാണ്. അപ്പൊ നമുക്ക് കറക്റ്റ് അളവിന് എടുക്കാം. കൂടുതലായിട്ട് നമ്മൾ എടുത്ത് ഓവറായിട്ട് ഇത് വെറുതെ വേസ്റ്റ് ആയി പോവില്ല, അതിന്റെ ആവശ്യമില്ല. നമുക്ക് ഒരു ദിവസം എടുക്കാനുള്ളത് ഈ ഒരു സ്പൂൺ കൊണ്ട് എടുത്താൽ മതി. പിന്നെ നമുക്ക് ഇത് ഫേസിലേക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്യാനുള്ള നല്ലൊരു ബ്രഷ് കിട്ടിയിട്ടുണ്ട് എനിക്ക്. അപ്പോൾ ഇത് 2 എണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ. എനിക്കിത് ഒത്തിരി ഇഷ്ടമായിരുന്നു. അപ്പൊ എന്തായാലും ഒരെണ്ണം അവർ ഫ്രീ ആയിട്ട് കൂടി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സാധനങ്ങള്. 2 പൗഡറും ഒരു മുൾട്ടാണിമുട്ടി ഫേസ് പാക്കും അതേപോലെ തന്നെ റോസ് വാട്ടറും, ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ എക്സ്ട്രാ കുറച്ച് സംഭവങ്ങൾ കൂടി താഴെയുണ്ട്. ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കുറേ സംശയങ്ങളുണ്ടാകും. ഇത് എല്ലാത്തരം സ്കിന്നുള്ളവർക്കും ഉപയോഗിക്കാവുന്നു. ഓയിലി സ്കിന്നുള്ളവർക്കും അതുപോലെ ഡ്രൈ സ്കിന്നുള്ളവർക്കും നോർമൽ സ്കിന്നുള്ളവർക്കും കോമ്പിനേഷൻ സ്കിന്നുകാർക്കും ഒക്കെ ഒരേപോലെ തന്നെ ഉപയോഗിക്കാവുന്ന ഒന്നാണ്. ഇതൊരു പല കോമ്പിനേഷനിലുള്ള ഹെർബൽ പ്രോഡക്റ്റുകൾ, 100% നാച്ചുറൽ ആണ്. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാവുന്ന ഒന്നാണ്. അപ്പോൾ ഇത് ഉപയോഗിക്കേണ്ട രീതി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പൊ എന്തായാലും ഞാനിത് ഒരാഴ്ചയിൽ കൂടുതലായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്കിത് ഉപയോഗിച്ചിട്ട് ഫസ്റ്റ് യൂസ് ചെയ്തപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആയിട്ട് അതുപോലെ ഗ്ലോ ഒക്കെ ലഭിച്ചായിട്ട് ഫീൽ ചെയ്തു. ഒരു പ്രാവശ്യം യൂസ് ചെയ്തപ്പോൾ നമ്മളിത് അപ്ലൈ ചെയ്ത് അത് 15 മിനിറ്റോ അല്ലെങ്കിൽ 20 മിനിറ്റോ നന്നായിട്ട് ഉണങ്ങുന്നതാണ് അതിന്റെ ഒരു കണക്ക്. അതിനുശേഷം നമ്മൾ ഒരല്പം വെള്ളത്തിൽ കൈ മുക്കിയതിനു ശേഷം ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോഴേക്കും കൈ ഒന്നും നമ്മുടെ കവളത്തൊന്നും ഇങ്ങനെ തൊട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം നന്നായിട്ട് സോഫ്റ്റ് ആയി. അതായത് ഡെഡ് സ്കിന്നൊക്കെ
റിമൂവ് ചെയ്യാനായിട്ട് വളരെ നാച്ചുറൽ ആയിട്ട് തന്നെ ഇത് ചെയ്യുന്നുണ്ട്. കാര്യം ഇതിലെ നമ്മൾ സാധാരണ സ്ക്രബൊക്കെ യൂസ് ചെയ്യുമ്പോൾ സ്കിന്നിന് ദോഷമാണ്, സ്ഥിരം ഉപയോഗിക്കുന്നത് നല്ലതല്ല. പക്ഷെ ഇതുപോലുള്ള ഫൈൻ ആയിട്ടുള്ള പൗഡേഴ്സ് ആയതുകൊണ്ട് അതിന് യാതൊരു കുഴപ്പമില്ല. നല്ല ഈസി ആയിട്ട് തന്നെ ഡെഡ് സ്കിൻ ഒക്കെ റിമൂവ് ആയി. അത് വലിയ കാര്യമായിട്ടുള്ള സ്ക്രബോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ തന്നെ ഈ ഒരു ഫേസ് പാക്ക് ഇടുമ്പോൾ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നന്നായിട്ട് ക്ലിയർ ആയി കിട്ടുന്നുണ്ട്. അപ്പൊ എന്തായാലും ഈ ബാക്കി നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയിട്ട് തന്നെ പറയുക. ഈ വീഡിയോയുടെ താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യണം. ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കുറേ സംശയങ്ങളുണ്ടാകും. ഇത് എല്ലാത്തരം സ്കിന്നുള്ളവർക്കും ഉപയോഗിക്കാവുന്നു. ഓയിലി സ്കിന്നുള്ളവർക്കും അതുപോലെ ഡ്രൈ സ്കിന്നുള്ളവർക്കും നോർമൽ സ്കിന്നുള്ളവർക്കും കോമ്പിനേഷൻ സ്കിന്നുകാർക്കും ഒക്കെ ഒരേപോലെ തന്നെ ഉപയോഗിക്കാവുന്ന ഒന്നാണ്. ഇതൊരു പല കോമ്പിനേഷനിലുള്ള ഹെർബൽ പ്രോഡക്റ്റുകൾ 100% നാച്ചുറൽ ആണ്. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാവുന്ന ഒന്നാണ്. നമ്മൾ ഓരോ പൗഡേഴ്സും ഓരോ സ്കൂപ്പ് വീതം എടുക്കുക. ആ ചെറിയ സ്പൂണിൽ ഓരോ സ്കൂപ്പ് വീതം എടുക്കുക. അതിനുശേഷം നമ്മളൊരല്പം മുൾട്ടാണി മിട്ടി ഫേസ് പാക്ക് ഇതിലേക്ക് ചേർക്കുക. പിന്നെ നമുക്ക് ആവശ്യത്തിന് റോസ് വാട്ടർ കൂടി ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഡെയിലി ഉപയോഗിക്കണോ എന്ന ഒരു ചോദ്യം നിങ്ങൾ മിക്കവാറും ചോദിക്കും. അപ്പൊ അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ നമുക്ക് പിഗ്മെന്റേഷൻ ഉള്ള പാർട്ടുകളിൽ ഇപ്പോൾ കരിമംഗലം പോലുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് ഇത് ഈ സൈഡിലായിരിക്കും, മുഖത്തിന്റെ ഇവിടെയൊക്കെ അതുപോലെ നെറ്റിയിലൊക്കെ പാടുകൾ വരും. അങ്ങനെയുള്ളവർക്ക് ഇത് ഡെയിലി ആ പാർട്ടിൽ മാത്രം ഉപയോഗിക്കാം, ഡെയിലി ഉപയോഗിക്കാം. പിന്നെ അതുപോലെ സ്പോട്ട് ഉള്ളവർക്ക് ആ സ്പോട്ടുള്ള പാർട്ടുകളിൽ മാത്രം ഉപയോഗിക്കാം. അങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ്. അല്ലാത്തവർക്ക് സാധാരണ ഒരു ഫേസ് പാക്ക് എന്ന രീതിയിൽ നമ്മൾ ഫേസ് മൊത്തം ഇടുമ്പോൾ ഒന്നിടവിട്ട ദിവസങ്ങളിൽ അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോഴാണ് ഇത് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അത് ക്ലിയർ ആയല്ലോ. നമുക്ക് ഈ ഫേസ് പാക്ക് ആമസോണിൽ നിന്ന് വാങ്ങിക്കാം. ഇപ്പോൾ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വയ്ക്കുന്നുണ്ട്, ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കാം. ഫുൾ പ്രോഡക്റ്റിൻ്റെ വില വരുന്നത് 799 രൂപയാണ്. അപ്പോൾ നമ്മൾ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ്. ഇത് നേരത്തെ പറഞ്ഞ പോലെ ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഫേസിൽ ഇത് ഡ്രൈ ആവുന്നവരെയാണ് ഇടേണ്ടത്. ഞാൻ ആ രീതിയിലാണ് സാധാരണ എന്താണെങ്കിലും ഇടുക. പിന്നെ ഒരു കാര്യം, നമ്മൾ ഫേസ് പാക്കൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ സംസാരിക്കുന്നത്. കാര്യം ഇത് ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് ചുളിവുകളൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട്. പ്രത്യേകിച്ചും ചുളിവുകളുള്ള സ്കിന്നിൽ ഉള്ളവരെ പ്രത്യേകിച്ച് ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. അതുപോലെ ഫേസ് പാക്ക് ഇടാനായിട്ട് എപ്പോഴും പറ്റിയ സമയം എന്ന് പറയുന്നത് ഈവനിങ് ടൈമാണ്. അല്ലാതെ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഉടനെ വെയിലത്ത് പോവുക. അപ്പോൾ ചിലർ പറയാറുണ്ട് ഓയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കറുക്കുമെന്നൊക്കെ. അതിൻ്റെ കാരണം തന്നെ നമ്മൾ പുറത്ത് ഉടനെ പോയി കഴിയുമ്പോൾ UV റൈസ് ഒക്കെ കൂടുതലായിട്ട് അട്രാക്ട് ചെയ്ത് നമ്മുടെ സ്കിന്നിന് ദോഷം ചെയ്യുന്നതുകൊണ്ടാണ്. നമുക്ക് ഈ ഫേസ് പാക്ക് സ്കിൻ ബ്രൈറ്റ് ആവാനായിട്ട്, അതായത് സ്കിന്നിന് നിറം വയ്ക്കാനായിട്ട്, സ്കിൻ ടോൺ ബെറ്റർ ആവാനായിട്ട് ഒക്കെ യൂസ് ചെയ്യാം. ചർമ്മത്തിലുണ്ടാകുന്ന പലതരം നിറവ്യത്യാസങ്ങൾക്ക് നമുക്ക് സ്കിന്നിൽ യൂസ് ചെയ്യാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ വെള്ളപ്പാണ്ട് പോലുള്ള അത്തരം പ്രശ്നങ്ങൾക്കല്ല, അതിന് തീർച്ചയായിട്ടും ഡോക്ടറെ തന്നെ കാണണം, സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ തന്നെ കാണേണ്ടതാണ്. അല്ലാതെയുള്ള ഹോർമോൺ ഇംബാലൻസ് മൂലം ഉണ്ടാകുന്ന കളർ ചേഞ്ചിനും നമുക്ക് ഇത് യൂസ് ചെയ്താൽ വ്യത്യാസം ഉണ്ടാകും. പതിവായിട്ട് യൂസ് ചെയ്താൽ തീർച്ചയായിട്ടും സ്കിൻ ബ്രൈറ്റ് ആകും. ഇതിൽ ധാരാളം ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രായമാകുന്ന സ്കിന്നുള്ളവർക്ക്, അതായത് ചെറുപ്പത്തിൽ തന്നെ സ്കിൻ കുറച്ച് ചുളിവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ഇതേപോലുള്ള ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യുന്നതിലൂടെ, ഈ 4 ഇൻഗ്രീഡിയൻസ് അടങ്ങിയ ഫേസ് പാക്ക് നമുക്ക് മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നതിലൂടെ അത്തരം പ്രശ്നങ്ങളൊക്കെ വളരെയേറെ കുറഞ്ഞു കിട്ടും. റെഗുലറായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപക്ഷെ അവർക്ക് ആർക്കെങ്കിലും ഇതൊരു ഉപകാരപ്രദമായ കാര്യമായിരിക്കും. കാര്യം പിഗ്മെന്റേഷൻ ഉള്ളവർക്ക് എന്ത് ചെയ്യണം, അതുപോലെ ഹോസ്റ്റലിലും അതുപോലെ ഗൾഫിലൊക്കെ ഉള്ളവർക്ക് ഇതൊന്ന് വാങ്ങിക്കൊണ്ട് പോയി ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിരിക്കും. അവർക്ക് റൂമിൽ വെച്ച് മറ്റു നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് വളരെ പ്രയാസമായിരിക്കും. അപ്പോൾ എല്ലാവർക്കും മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.